ഈ MS സൊല്യൂഷൻസിലെ ഒരു അധ്യാപകൻ നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. സർ, ഇതിനകത്ത് ഇന്നലെ, അതായത് വി ശിവൻകുട്ടി പറയുന്നുണ്ടായിരുന്നു, ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട്. MS സൊല്യൂഷൻസിനടക്കം ചോർന്ന് തന്നെ കിട്ടിയതാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമാണ്. റിട്ടയർഡ് അധ്യാപകനാണ് ചോർത്തിയത് എന്ന് പറയുന്നു. അപ്പോഴും നിങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ സാധ്യതാ ക്വസ്റ്റ്യൻസ് മാത്രം കൊടുക്കുകയാണെന്ന്. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്രയും സാധ്യതാ ചോദ്യങ്ങൾ ഒരുപോലെ കൊടുക്കാൻ കഴിയുന്നത്? അതിൽ പ്രധാനപ്പെട്ട ഒരു മറുപടി മന്ത്രി ശിവൻകുട്ടി സാറ് പറഞ്ഞത്, ചോദ്യപേപ്പർ ഇങ്ങനെ ഒരു റിട്ടയർഡ് അധ്യാപകൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് MS സൊല്യൂഷന് കൊടുത്തു എന്ന് എവിടെയും പ്രതിപാദിക്കുന്നില്ല. ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവന ദയവ് ചെയ്ത് പിൻവലിക്കണം. അതോടൊപ്പം നമ്മൾ പറഞ്ഞു, നമുക്ക് ഈ കിട്ടിയിട്ടുള്ള ചോദ്യങ്ങൾ, നമ്മൾ ഈ പ്രഡിക്ഷനുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കിയതോടൊപ്പം പ്രമുഖ യൂട്യൂബ് ചാനലുകളായ സൈലം പോലുള്ള ചാനലുകളൊക്കെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെക്കാൾ മുന്നേ പ്രെഡിക്റ്റ് ചെയ്ത ചാനലുകളാണ് അവരൊക്കെ. അതുകൂടി നടത്തിയത് അവരും അതെ, ഇതേ രീതിയിൽ തന്നെയാണ്. ക്വസ്റ്റ്യൻ പാറ്റേൺ ആദ്യം കൊടുക്കുന്നു, അതില് പാരഗ്രാഫ് കോംപ്രഹെൻഷൻ, പിന്നീട് ഫോം കോംപ്രഹെൻഷൻ, ഇങ്ങനെ എല്ലാ തരത്തിലും ഡിസ്കോഴ്സുകളെല്ലാം 1 by 1 ആയിട്ടാണ് അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഫോം കോംപ്രഹെൻഷൻ ആണെങ്കിൽ കുറെ കൂടി സംശയം ബലപ്പെടുകയാണ്, എവിടെ നിന്നോ സംഗതി ചോർന്നു എന്നുള്ളത്. തീർച്ചയായും. അതോടൊപ്പം ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ ഈ പാറ്റേൺ കാലങ്ങളായിട്ട് ഈ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ആ പാറ്റേണിൽ തന്നെയാണ് ചോദ്യപേപ്പറുകളും വരുന്നത്. അപ്പൊ ആ പാറ്റേണിൽ തന്നെ അവർ പറയുകയും അതോടൊപ്പം വളരെ സീരിയസ് ആയി തന്നെ 2 or 3 തവണ അവരുടെ ലൈവുകളിൽ അവർ കൃത്യമായിട്ട് ഇന്ന ചോദ്യങ്ങൾ വരുമെന്ന് സൈലം പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പ്രൊഡിക്ഷനും ബലപ്പെടുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ മറ്റൊരു സംവിധാനങ്ങളിലൂടെ കണ്ടെത്താൻ കഴിയുന്നതല്ല. പിന്നെ നമ്മളൊരു ആവശ്യം എന്ന് പറയുന്നത് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്തണം. കാരണം MS പോലെ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് ഇത്തരത്തിൽ ആരോപണം വരുമ്പോൾ വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയായ സൈലം അവർക്കിത് വളരെ ഈസി ആയിട്ട് നേടാവുന്നതല്ലേ ഉള്ളൂ. അതോടൊപ്പം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇടയിൽ ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ആ തെറ്റിദ്ധാരണ ഇല്ലാതാക്കണമെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പല കമന്റുകളും ഇപ്പം നിങ്ങളുടെ തെറ്റിദ്ധാരണ ഇല്ലാതാക്കണം. താങ്കൾ ഇപ്പോൾ അവിടുത്തെ ഒരു അധ്യാപകൻ മാത്രമാണ്. MS സൊല്യൂഷൻസിന് മേധാവികളായി പലരും ഉണ്ടല്ലോ. അവർക്കൊക്കെ വെളിച്ചത്ത് വന്ന് ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാമല്ലോ. ഇത്രയും ദിവസമായിട്ട് അവരാരെയും കണ്ടിട്ടില്ല. ഞങ്ങളുടെ പ്രതിനിധികൾ അവരെ വിളിക്കുന്നുണ്ട്, ഫോണിലും കിട്ടുന്നില്ല. അവരാരും ഇരുട്ടത്ത് പോയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അവരെല്ലാവരും പോയിട്ടില്ല, വെളിച്ചത്ത് വന്നിട്ടുമില്ല. വെളിച്ചത്തേക്ക് വരികയാണ്. കാരണം അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആരായാലും തകർന്നു പോകും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സൈലം അവാർഡുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഒരു അനോണിമസ് മെസ്സേജ് വന്നിരുന്നു, 2 സ്ഥാപനങ്ങൾ തീർച്ചയായും നിങ്ങളെ തകർക്കുക തന്നെ ചെയ്യും, പിന്നെ അവർ മുന്നോട്ട് വരാത്ത രൂപത്തിൽ അവർ തകർക്കുമെന്നുള്ള മെസ്സേജുകളും മറ്റും വന്നിട്ടുണ്ട്. ആ ഇടക്കാണ് ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട് വീണ്ടും ആ മനുഷ്യൻ വീണ്ടും ഈ പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ട് ഏതൊരു മനുഷ്യനായാലും തകർന്നു പോകും, പക്ഷെ ശക്തിയോടെ തിരിച്ചു വരിക തന്നെ ചെയ്യും. നമ്മൾ ഓഫീസിൽ നിന്ന് പ്രവർത്തിച്ചിട്ട് അതോടൊപ്പം കാര്യങ്ങളുമായി മുന്നോട്ട് വരും. നമ്മളൊന്നും പുറകോട്ട് പോകുന്നില്ല. കാരണം നമ്മൾ വിശ്വസിക്കുന്ന ഒരു വലിയ വിദ്യാർത്ഥികൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, രക്ഷിതാക്കൾ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. തീർച്ചയായും തിരിച്ചു വരിക തന്നെ ചെയ്യും. പിന്നെ ഇത്തരം എത്ര നാളായി ഇപ്പോൾ നിങ്ങൾ ഈ സ്ഥാപനം ആരംഭിച്ചിട്ട് ശ്രീ സർ? ഏകദേശം 2018 കൂടിയാണ് ഇത് ഈ പ്ലാറ്റ്ഫോം മുഖ്യധാരയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. എല്ലായ്പ്പോഴും ഇങ്ങനെ സാധ്യതാ ക്വസ്റ്റ്യൻസും സാധ്യതാ പാറ്റേണും വെച്ചിട്ടാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക്, അല്ലേ? സാറേ, ഏതൊരു സ്ഥാപനത്തിനും അതിൻ്റെതായുള്ള ഒരു യൂണീക്ക് വേ ഉണ്ടാവും. നമ്മുടെ ഒരു യൂണീക്ക്നെസ് എന്ന് പറയുന്നത് പ്രഡിക്ഷനാണ്. പലപ്പോഴും പാളിപ്പോയിട്ടുണ്ട്, അന്ന് ഒരുപാട് ട്രോളുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതോടൊപ്പം പ്രഡിക്ഷനുകൾ പറയുക എന്നുള്ളത് നമ്മുടെ എക്സ്പേർട്ട് അധ്യാപകർ, അതുപോലെ തന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺസ്, നമുക്കറിയാം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ട് ഏകദേശം 8 വർഷത്തോളമായി. അപ്പൊ സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഒരു നല്ല രീതിയിൽ ഒരു വിശകലനം നടത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതോടൊപ്പം നേരത്തെ നമ്മുടെ ലൈവുകൾ തീരുന്ന സമയത്തിന് തീർന്നിട്ടും തീരാതെ ഒരുപാട് ചോദ്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുകയും അതെല്ലാം കൃത്യമായി തന്നെ വരുമെന്ന് ഹിന്ദി നൽകുകയും ചെയ്യുന്നുണ്ട് ഈ സൈലം. അതുപോലെ തന്നെ എയ്ഗൺ എന്ന് പറയുന്ന സ്ഥാപനം, റൈസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് എജുപോർട്ട്. ഇവരെല്ലാവരും ഇത് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ MS സൊല്യൂഷൻ പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ മാത്രം ചോദിക്കും, അല്ലാത്തൊരു പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ അത് അല്ലാതെ യാതൊരു സാഹചര്യം ഇല്ലാതാക്കണമെന്നാണ് പറയുന്നത്. അല്ല, നിങ്ങൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഒരു അനാരോഗ്യകമായ ഒരു യുദ്ധം, അതാണിപ്പോൾ ഇങ്ങനെ ഇത് ചോരുന്നതിലേക്കും ഈ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പരീക്ഷ നടത്തുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതിലേക്കും, അങ്ങനെ സംശയമാണെങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നതിലേക്കും എത്തിയത് എന്ന് കരുതിയാൽ അതിനെ തെറ്റു പറയാനൊക്കോ? സാറേ, നമ്മള് യുദ്ധം എന്ന രീതിയിലൊന്നും അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. അവരവരുടെ ഇപ്പോ ഈ കൊറോണ സമയത്താണ് നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമ്മളിലേക്ക് എത്തുന്നത്. അതിന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഓരോ ടീമുകളും അവരുടേതായ യുണീക്കായ പ്രോഗ്രാമുകൾ പങ്കുവെക്കുകയും കുട്ടികളിലേക്ക് അത് മാക്സിമം എത്തിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്നാണ്, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം
നടത്തുക, അവർക്ക് കൃത്യമായിട്ടുള്ള നമ്മുടെ വിജയ ശതമാനം ഉയർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം ഗവൺമെന്റ് സംവിധാനത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും ഒരാൾക്ക് ഈ സംവിധാനത്തെ തകർക്കണമെന്നും അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായും അത് നിയമപരമായി നേരിടുക തന്നെ വേണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാവരും ഇതിന്റെ അന്വേഷണം വരുമ്പോൾ നിങ്ങളിലേക്ക് മാത്രം ഒതുങ്ങരുത്, ഇതിനകത്ത് വലിയ പുള്ളികളൊക്കെ ഉണ്ട്, അവരിലേക്ക് കൂടി അന്വേഷണം പോകണം എന്നുള്ളൊരു ആവശ്യമാണല്ലേ? അതെ, ചെറുതും വലുതുമായ എല്ലാ പുള്ളികളും വരണം. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ചോറുക എന്ന് പറഞ്ഞാൽ ഒരു ജനറേഷനെ തകർക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതൊരിക്കലും ചെറുതോ വലുതോ എന്നുള്ളതല്ല, എല്ലാവരും ആ അന്വേഷണത്തിന്റെ പരിധിയിൽ വരണം. എന്നിട്ട് സമഗ്രമായ ഒരു അന്വേഷണം വരികയും ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ ശ്രമിക്കുകയും വേണം. അതോടൊപ്പം പാഠപുസ്തക പരിഷ്കരണം കൂടി വരുമ്പോൾ കുറച്ചുകൂടി നല്ല രൂപത്തിലാകുമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അതുകൂടി ഞാൻ ഈ സമയത്തൊന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്.